നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈശ്വര, എൻ്റെ മക്കളെല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണേ. അത് കാണാനുള്ള ഭാഗ്യം ഈ ജന്മത്തിൽ എനിക്കുണ്ടാകൂ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോരുത്തർക്കും ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങളല്ലേ. എന്നാ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുക. എനിക്കോ എൻ്റെ മക്കൾക്കോ അതിമോഹങ്ങളോ ഒന്നുമില്ല. രോഗദാരിദ്ര്യ ദുഃഖങ്ങളില്ലാതെ അഭിമാനക്ഷതമില്ലാത്തൊരു ജീവിതം മാത്രം തന്നാ മതി. താണ് കേണ് പ്രാർത്ഥിക്കാ ഭഗവതി, എൻ്റെ മക്കളെ കാത്തോളണേ. നമസ്കാരം മാഷേ. നമസ്കാരം. സുഖമായിരിക്കുന്നോ? മാഷ് പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോയില്ലായിരുന്നോ? ഇല്ല സച്ചി, എനിക്കിവിടെ വേറെ അല്ലറ ചില്ലറ കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പഞ്ചരത്നത്തിൽ രഘു ഉണ്ടല്ലോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളും. എന്താ രണ്ടാളും കൂടി അമ്പലത്തിലേക്ക്? വിശേഷം എന്തെങ്കിലും ഉണ്ടോ? ഒരു സന്തോഷ വാർത്തയുണ്ട് മാഷെ. ഗോകുല് വേറെ കല്യാണത്തിന് സമ്മതിച്ചു. ആണോ? ഓ അതെ. ഈശ്വരൻ ഗോകുലിന് നല്ല ബുദ്ധി തോന്നിച്ചല്ലോ. സമാധാനായി. ഇനി ഒട്ടും താമസിപ്പിക്കണ്ട. നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവന്റെ കല്യാണം നടത്തിക്കണം. ആ അതെ, ഇന്നു മുതൽ ഞങ്ങൾ അതിനുവേണ്ടി ഇറങ്ങാ. അവനിങ്ങനെ നല്ല ബുദ്ധി തോന്നിച്ചതിന് ദൈവത്തോട് നന്ദി പറയാൻ വേണ്ടിയേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. നന്നായി. എല്ലാം മംഗളായി തന്നെ നടക്കും. മാഷെ, അല്ല, ഞങ്ങള് പറഞ്ഞ കാര്യം മാഷ് മഞ്ചാടി അറിയിച്ചില്ലല്ലോ. ഇല്ല, അവൾ അത് അറിയണ്ട. ഗോകുൽ അവളുടെ മനസ്സിൽ വീണ്ടും ചെറുതായി പോവും. പറഞ്ഞത് ശരിയാ മാഷേ. ഇനിയൊരിക്കലും ഗോകുൽ മഞ്ചാടിയുടെ മുമ്പിൽ പോവില്ല. അല്ല, അവളുടെ ആ ഫ്രണ്ടിനെ പറ്റി മാഷ് അന്വേഷിച്ചായിരുന്നോ? ഒരു പയ്യന്റെ ബൈക്കിലാ ഇന്നലെ അവള് കോളേജിൽ നിന്ന് വന്നത്. ചോദിച്ചപ്പോ കോളേജിലെ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ഹെൽമറ്റ് വെച്ചതുകൊണ്ട് എനിക്ക് അയാളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. മഞ്ചാടിയുടെ പെരുമാറ്റത്തിൽ നിന്ന് അവൾക്കൊന്നും ഒളിക്കാനില്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിച്ചുമില്ല. നോക്കാം. ആ മാഷൊന്ന് ശ്രദ്ധിച്ചിരുന്നാ മതി. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവള് പഠിപ്പും വിവരമൊക്കെ ഉള്ള കുട്ടിയല്ലേ. എന്നാ പിന്നെ നിങ്ങൾ അമ്പലത്തിനകത്തേക്ക് വെക്കൂ. പ്രാർത്ഥന നടക്കട്ടെ. ശരി മാഷേ. അച്ഛൻ അമ്പലത്തിൽ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ പോവായിരുന്നു. അച്ഛന് പെട്ടെന്ന് തോന്നിട്ട് പോയതാവും മോളെ. മോക്ക് അമ്പലത്തിൽ പോണെന്നുണ്ടെങ്കിൽ ഭാനുമ്മയോട് പറഞ്ഞാ പോരെ, നമുക്ക് ഒരുമിച്ച് പോവാലോ. അതുകൂടി കഴിക്കുമോളെ. വേണ്ട, ഞാൻ മതിയാക്കി. സമയം പോയി. മോളെ, ഈ ചായെങ്കിലും കുടിച്ചിട്ട് പോ. ഇനി ചായ കുടിക്കാനൊന്നും നേരമില്ല ബാനുമ്മേ. ഞാൻ ഇറങ്ങുവാ. പെട്ടെന്ന് എന്താ നിനക്കൊരു തിരക്ക്? നിന്നെ ആരെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടോ? കാത്തു നിൽക്കല്ലേ ബാനുമ്മേ, എന്നെ പിക്ക് ചെയ്യാനേ എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ വരും. ഞാൻ പോട്ടെ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? ഒരു ഫ്രണ്ട്.
പേര് പറഞ്ഞ ഭാനുമ്മയ്ക്ക് മനസ്സിലാവില്ല. ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയാനാണോ മോളെ? അതേനെ.